ഇരുമ്പൻ പുളി അച്ചാർ. സുഹൃത്തുക്കളെ, ഇതാണ് ഇരുമ്പൻ പുളി എന്ന് പറയുന്ന പുളി. ഇത് നമ്മൾ അച്ചാറിടാൻ പോവാണ്. മീൻകറിക്കകത്തും അച്ചാറിടാനും എല്ലാം കൊള്ളാവുന്ന നല്ലൊരു പുളിയാണത്, ഇരുമ്പൻ പുളി. നടുകെ കീറിയ ശേഷം ഇങ്ങനെ മുറിച്ചാൽ മതി. അടുത്ത ഇതാണ് ഇരുമ്പൻ പുളി. ഈ ഇരുമ്പൻ പുളി കൊണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ചിലവരിതിനെ പുളിച്ചി എന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മളൊക്കെ പറയുന്ന പേരാണ് ഇരുമ്പൻ പുളി. ഈ ഇരുമ്പൻ പുളി കൊണ്ട് നമ്മളിന്ന് അച്ചാറുണ്ടാക്കാൻ പോവുകയാണ്. ഈ വെറൈറ്റി ആയിട്ടുള്ള ഇരുമ്പൻ പുളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇരുമ്പൻ പുളി അച്ചാർ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇരുമ്പൻ പുളി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതിൻ്റെ രണ്ടറ്റവും ചെറുതായിട്ടൊന്ന് മുറിച്ച് കളഞ്ഞ ശേഷം നടുകെ അത് കീറുക. നടുകെ കീറിയിട്ട് ഒന്ന് മുറിച്ചാൽ മതി. അപ്പോൾ 4 കഷ്ണമായി കിട്ടും ഒരു പുളി. അങ്ങനെ എല്ലാ പുളികളും നമുക്ക് അരിഞ്ഞെടുക്കാം. തീരെ ചെറുതായിട്ട് അരിയണമെന്നില്ല, അത് അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഈ ഇരുമ്പൻ പുളി നമുക്ക് അരിഞ്ഞെടുക്കണം. അങ്ങനെ പുളി ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. അച്ചാർ ഉണ്ടാക്കാനായിട്ട് അച്ചാർ പൊടി ഒരു 4 സ്പൂണും, മുളക് പൊടി ഒരു 4 സ്പൂണും, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, എള്ളെണ്ണ, ഉലുവ എന്നീ ഐറ്റങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ഒരു 1.5 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഒരു 2 കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതോടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവയുടെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കായം 2 കഷ്ണം കായം കട്ടയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് മൂത്ത ശേഷം നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, അച്ചാർ പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത് ചെറിയൊരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കാം. അപ്പോൾ തീ കുറച്ചേ പാടുള്ളൂ. മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പോരാങ്കിൽ ശകലം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആ അച്ചാറിന് ആവശ്യമായ ഉപ്പ് ഞാൻ 1 സ്പൂണ് ഉപ്പ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് അടുപ്പിൽ കിടന്ന് അത് ഇളക്കിയാൽ മതിയാവും. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചാർ റെഡിയാവുന്നതാണ്. വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അച്ചാർ സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് അത് കേടായി പോകും. 1-2 ദിവസം കണ്ടെടുത്ത് തീർക്കേണ്ട അച്ചാറാണെങ്കിൽ ശകലം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ദീർഘനാൾ വെച്ചിരിക്കേണ്ട അച്ചാറാണെങ്കിൽ അത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ പുളിയിൽ നിന്ന് തന്നെ
വെള്ളം ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഫൈനലായിട്ട് ഒന്നുകൂടെ അത് ഇളക്കി കൊടുക്കാം. അങ്ങനെ വളരെ വെറൈറ്റിയും വ്യത്യസ്തവുമായിട്ടുള്ള ഇരുമ്പൻ പുളിയുടെ അച്ചാർ നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഇരുമ്പൻ പുളി അച്ചാർ. ഈ അച്ചാർ ഒരു കഷ്ണം കൂട്ടിയാൽ നമുക്ക് കഞ്ഞിയോ ചോറോ എത്ര വേണമെങ്കിലും കഴിക്കാം. അത്രയും നല്ല രുചികരമായിട്ടുള്ള ഇരുമ്പൻ പുളിയുടെ അച്ചാറാണ്. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ഈ ഇരുമ്പൻ പുളിക്ക് അവിടെ പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.